ക്രിസ്തുമസ് 2024 ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് കൂടെ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ 25 ദിവസമായി ഈ സുദിനത്തിനായി നാം നോമ്പെടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൂജരാജാക്കന്മാരെ വഴി കാണിച്ച നക്ഷത്രത്തെ അനുസ്മരിച്ചുകൊണ്ട് ഡിസംബർ 1-ാം തീയതി ക്രിസ്തുമസ് ആഗതമാകുന്നു എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീടുകളിൽ നാം വർണ്ണാഭമായ നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കിയിടുന്നു. അന്ന് ഒരു നക്ഷത്രമാണ് യേശുവിന്റെ ജനനസമയത്ത് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് പകരം 10ഉം 15ഉം നക്ഷത്രങ്ങൾ നാം കെട്ടിത്തൂക്കുന്നു. പക്ഷേ ക്രിസ്തു മാത്രം ജനിക്കുന്നില്ല. ക്രിസ്തു ആദ്യം ജനിച്ചത് ദൈവത്തിന്റെ മനോമുകുരത്തിലാണ്. രണ്ടാമത് മറിയത്തിന്റെ ഉദരത്തിൽ. മൂന്നാമതായി യൗസേപ്പിതാവിന്റെയും ഹൃദയത്തിലും കുടുംബത്തിലും. യേശു തങ്ങളിൽ വന്ന് പിറക്കണമെന്ന് രാജകൊട്ടാരത്തിലെ കന്യകമാർ മുതൽ ഓരോ യഹൂദ പെൺകുട്ടിയും മോഹിച്ചിരുന്നു. എന്നാൽ അതിനുള്ള ഭാഗ്യം കിട്ടിയത് അനാഥയായ ഒരു ഗ്രാമീണ കന്യകയ്ക്കായിരുന്നു. ശിശു പിറന്ന നിമിഷത്തിൽ പല വ്യൂഹം മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് അന്തരീക്ഷം സംഗീതസാന്ദ്രമാക്കി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ള ആർക്കും ധനികർക്കും ദരിദ്രർക്കുമൊക്കെ അതൊരു സദ്വാർത്തയായിരുന്നു. ആ ജനനം ആദ്യം അറിയിച്ചത് ദരിദ്രരും പാമരരുമായ ആട്ടിടയന്മാർക്കായിരുന്നു. രണ്ടാമതായി അറിയിക്കപ്പെട്ടത് ധനികരും ജ്ഞാനികളുമായ പൂജരാജാക്കന്മാർക്കും. എല്ലാ വിഭാഗം ജനങ്ങളും അവന്റെ പരിധിയിൽ വരുന്ന എന്നർത്ഥം. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്നു. ഇത് അക്കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വലിയ ഒരു ശുഭവാർത്തയായിരുന്നു. BC 7-ാം നൂറ്റാണ്ട് മുതൽ തുടർച്ചയായി അവർ അനുഭവിച്ച അടിമത്തത്തിന്റെയും വിപ്രവാസത്തിന്റെയും കഷ്ടപ്പാടുകൾ അവസാനിക്കുന്നതിനുള്ള ഒരു ശുഭവാർത്തയായി അവർ വിശ്വസിക്കുന്നു. മറിയമാകട്ടെ തനിക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. താൻ ഗർഭവതിയായാൽ താനുമായി വിവാഹ നിശ്ചയം ചെയ്ത തന്റെ പ്രതിഷ്ഠിത വരന്റെയും സമൂഹത്തിന്റെയും പ്രതികരണം എപ്രകാരമായിരിക്കും, തന്നെ ഈ പ്രതിസന്ധിയിൽ ദൈവം താങ്ങുന്നതെങ്ങനെയെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ, ഇതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൾ അസ്വസ്ഥമായി മുന്നോട്ടുപോയി. തനിക്കു ജനിച്ച പുത്രനെ 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോഴും കാനായിലെ കല്യാണവേളയിലും കുരിശിൻ ചുവട്ടിലുമൊക്കെ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ കഴിയാതെ ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ ആ രഹസ്യത്തിന്റെ ചുരുളഴിയാൻ അവൾ കാതോർത്തിരുന്നു. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാപദ്ധതി പ്രതാപം നിറഞ്ഞ കയ്യൂക്കിലൂടെയല്ല, മറിച്ച് ദൈവഹിതപ്രകാരമുള്ള കുരിശുമരണത്തിലൂടെയാണ് നിവർത്തികമാകുകയെന്ന സത്യം ലോകത്തിന് ഗ്രഹിക്കാൻ ഏറെ പ്രയാസമുള്ള കാര്യമാണ്. വിജാതീയർക്ക് വലിയ ഇടർച്ചയും വിശ്വാസിക്ക് വലിയ പ്രത്യാശയും നൽകുന്ന ദൈവിക രഹസ്യമാണിത്. തനിക്ക് ലഭിച്ച ഈ അത്യുന്നത സ്ഥാനത്തിൽ മതിമയങ്ങുകയല്ല അവൾ ചെയ്തത്. ഏകദേശം 100 കിലോമീറ്റർ നഗ്നപാതയായി യാത്ര ചെയ്ത് വാർദ്ധക്യത്തിൽ ഗർഭവതിയായ തന്റെ ഇളമയെ ശുശ്രൂഷിക്കാൻ തിടുക്കത്തിൽ പുറപ്പെട്ട മറിയം സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവരെ കാണാൻ കഴിയുന്നത് വലിയ ഒരു പുണ്യം തന്നെയാണ്. ഞാനും ഞങ്ങളും മാത്രം മതി എന്ന മനോഭാവം ലോകം ഇത്ര പുരോഗമിച്ചിട്ടും ഒട്ടും കുറയുന്നില്ല. മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും രാഷ്ട്രത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലുമൊക്കെ മനുഷ്യർക്കിടയിൽ അകലം വർദ്ധിച്ചു വരികയാണ്. നമ്മെ വേർപിരിക്കുന്ന വ്യത്യാസങ്ങളേക്കാൾ നമ്മെ കൂട്ടിയിണക്കുന്ന ഘടകങ്ങളാണ് നമുക്കിടയിൽ കൂടുതലുള്ളത്. നാം എല്ലാവരും ഒരു പിതാവിന്റെ മക്കളായതിനാൽ സഹോദരീ സഹോദരങ്ങളാണ്. മതിലുകൾ തീർക്കാതെ പാലങ്ങൾ പണിയുന്ന വ്യക്തികളാകണം നാം. കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടതിനാലും ഉത്ഭവപാവമാലിന്യം ഏശാതെ സൃഷ്ടിക്കപ്പെട്ടതിനാലും അവൾ എല്ലാവരിലും എല്ലാറ്റിലും നന്മ മാത്രം കണ്ടു. എലിസബത്തും ഒപ്പം നിന്നു. മറിയത്തിന്റെ അഭിവാദനം കേട്ടതും അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഈ സദ്ഗുണം ഒരു കുടുംബ പാരമ്പര്യമാണ്. ഇതുപോലെ അപരനിലെ നല്ലത് മാത്രം കാണണമെങ്കിൽ നല്ല സംസ്കാരത്തിൽ വളർന്നവരാകണം. അവരെ ഗുണൈക ദൃക്കുകൾ എന്നാണ് പറയുക. ഏത് നന്മയിലും കുറ്റം മാത്രം പറഞ്ഞു നടക്കുന്നവരെ ദോഷൈക ദൃക്കുകൾ എന്നും പറയും. നല്ല വൃക്ഷം നല്ല ഫലങ്ങളും ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളും പുറപ്പെടുവിക്കുന്നു. ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക.
ശത്രുവിനെ സ്നേഹിക്കുക തുടങ്ങിയ യേശുവിന്റെ സ്നേഹപ്രകടനങ്ങളുടെ ഉറവിടം മറിയത്തിന്റെ ഈ നന്മയിലുള്ള പങ്കുപറ്റലാണ്. ഒരു മനുഷ്യനിൽ 46 ക്രോമോസോമുകൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ 23 അമ്മയുടെയും 23 പിതാവിന്റെയും സംഭാവനയാണ്. ഇതാണ് സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പുരുഷബന്ധമില്ലാതെ മനുഷ്യജന്മമെടുത്ത യേശുവിൽ 46 ക്രോമോസോമുകളും അമ്മയിൽ നിന്ന് സ്വീകരിച്ചതിനാൽ പരിശുദ്ധ മരത്തിൽ നിന്ന് ആർജിച്ചെടുത്ത വ്യക്തി മഹാത്മ്യമാണ് അവനിൽ വളർന്നു വികസിച്ചിട്ടുണ്ടാവുക. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് മനുഷ്യരിൽ നല്ല സംസർഗം ഉണ്ടാവുക. നമ്മുടെ കൂടിക്കാഴ്ചകൾ എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാകണം. മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ അവളുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. കുടുംബത്തിൽ നമ്മുടെ അഭിവാദന സ്വരം കേൾക്കുമ്പോൾ നമ്മുടെ പങ്കാളി തുള്ളിച്ചാടാറുണ്ടോ? അസ്വസ്ഥതയും അട്ടഹാസവും ഭീമത്സവമായ അന്തരീക്ഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ അശുദ്ധാത്മാവാണ് വാഴുന്നത്. സൗമ്യതയും സ്നേഹവും അംഗീകാരവുമുള്ള ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അവിടെ യേശു വന്നു പിറക്കുന്നു.